glorious moments. ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താണ്? ഇതിലെ ഒരു തിയറി, റീകാപ്പിച്ചുലേഷൻ തിയറി. എന്താണ് ഈ റീകാപ്പിച്ചുലേഷൻ തിയറി? പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് തിയറിയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. PSAT എന്നാണ് നമ്മൾ പറയുന്നത്. PSAT, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് തിയറി. ഒരാൾക്ക് പകരം മറ്റൊരാളെ ശിക്ഷിച്ചിട്ട് യഥാർത്ഥ കുറ്റവാളിയെ വെറുതെ വിടുന്ന ഒരു സിദ്ധാന്തമാണ്. അത് ലോകത്തെങ്ങും ഒരു കാലഘട്ടത്തിലും നിലവിലില്ലാത്ത ഒരു അസംബന്ധമാണ്. അതായത് ഒരു ആള് തെറ്റ് ചെയ്യുന്നു, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ആൾക്ക് ശിക്ഷ കൊടുക്കണം. ആ ആളുടെ ശിക്ഷ അയാൾക്ക് പകരം മറ്റൊരാളെ ഏറ്റാൽ മതി. ഇത് ലോകത്ത് ഒരു രാജ്യത്തും നിലവിലില്ല അങ്ങനെ ഒരു സംഭവം. ഇത് എവിടെയാണ് അത്? പക്ഷേ ഈ ബ്രദറൻകാരും അതുപോലെ തന്നെ സ്ട്രീറ്റ് പ്രീച്ചേഴ്സും മാർക്കറ്റ് ഇവാഞ്ചലിസ്റ്റുകളും എല്ലാം പറയുന്ന ഇതാണ്. തെരുവ് പ്രസംഗകർ തൊട്ട് അങ്ങ് ബിഷപ്പുമാർ വരെ പറയുന്നത് ഇത് അസംബന്ധമാണ്. എന്താണ്? നോൺസെൻസ്. നോൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഉളവാക്കാത്ത നോൺസെൻസ് ആണത്. ഇപ്പൊ ഒരാളെ ഇപ്പം കേരളത്തിലൊരു ക്രൈം ചെയ്ത ഒരാളെ പിടിച്ചു. അപ്പൊ അയാൾക്ക് പകരം വേറൊരാളെ നമുക്ക് ശിക്ഷ ഏക്കാൻ വേണ്ടി കൊടുത്താൽ മതി. ലോകത്തൊരു നീതിന്യായ സമ്പ്രദായത്തിലും നടക്കുന്ന കാര്യമല്ല. കുറ്റം ചെയ്ത ആൾക്കാണ് ശിക്ഷ. നിരപരാധിയെ ശിക്ഷിക്കാൻ പറ്റില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. പലരും അതൊരു നല്ല ഒരു സ്ലോഗനായിട്ട് ഉദ്ധരിക്കാറുണ്ട്. സത്യത്തിൽ അത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിനൊരു വെല്ലുവിളിയാണ്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്നാണ്. അപ്പൊ നിരപരാധിയെ ശിക്ഷിക്കാതെ പറ്റത്തില്ല. അപ്പൊ 1000 കുറ്റവാളികൾ രക്ഷപ്പെടാനായി ഒരു നിരപരാധിയെ ശിക്ഷിച്ചു എന്നുള്ള ഭോഷ്ക് അല്ലെങ്കിൽ നോൺസെൻസ്, അസംബന്ധം ഇവിടെ പ്രസംഗിക്കുന്നു. ദിസ് ഈസ് അബ്സർഡ്, ദിസ് ഈസ് നോൺസെൻസ്. അപ്പൊ നോൺസെൻസ് ആണ് നിങ്ങൾ അതാ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദയവായി സ്റ്റേ ഹിയർ. അതുകൊണ്ട് എന്താണ് യഥാർത്ഥ ക്രിസ്ത്യ വിശ്വാസം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 1000 കുറ്റവാളികളെ രക്ഷിക്കാനായി ഒരു നിരപരാധിയെ ഞങ്ങൾ ശിക്ഷിച്ചു ഇവർ പറയുന്നു. ഇപ്പൊ ഭാരതീയ നീതിന്യായ വ്യവസ്ഥ പറയുന്ന ആ സ്ലോഗൻ എന്താണ്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നോക്കണേ, കുരിശിനെതിരായിട്ടുള്ള ഒരു സ്ലോഗനല്ലേ? നിങ്ങൾ അതിനെ എതിർക്കണ്ടേ? അപ്പൊ എന്താണ് അത്? ബോഷ്കാണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഇവര് പറഞ്ഞു വരുത്തുന്നത്? അപ്പൊ ഞാൻ ആദ്യം ഈ പദത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ആശയത്തിലേക്ക് പോകാം. ഇപ്പൊ റീകാപ്പിച്ചുലേഷൻ തിയറി എന്താണ്? ഈ റീകാപ്പിച്ചുലേഷൻ, കാപ്പിച്ചുൽ എന്ന് ഉള്ളൊരു ലത്തീൻ പദമാണ്. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയിലെ പദങ്ങളിൽ ഒരു നല്ല പങ്കും ലത്തീൻ ഭാഷയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള, ലത്തീൻ ഭാഷയിലെ മൂലപദങ്ങളിൽ നിന്ന്, അതുപോലെ ഗ്രീക്കിൽ നിന്ന്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ഒക്കെ കടം കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ രൂപപ്പെട്ടു. ഇംഗ്ലീഷ് ഭാഷ ഒരു ഏൻഷ്യന്റ് ലാംഗ്വേജ് അല്ല. അപ്പോ ലത്തീൻ ഭാഷയിലെ കാപ്പിച്ചുൽ എന്ന പദം, ഈ ക്യാപ്പറ്റ് എന്ന് ലത്തീനി പറഞ്ഞാൽ ശിരസ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തല എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തലയിൽ വെക്കുന്ന തൊപ്പിക്ക് അല്ലെ ക്യാപ്പ് എന്ന് പറയും. അതിൽ നിന്ന് ഈ ഒരു റൂട്ട് വേർഡിനെ കണക്ട് ചെയ്ത് ഒരുപാട് പദങ്ങൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പല പദങ്ങളും നിങ്ങളുടെ മനസ്സിൽ പൊങ്ങി വരുന്നുണ്ട്. ഒരു വാക്ക് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തലസ്ഥാനം, ക്യാപിറ്റൽ സിറ്റി. ക്യാപിറ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക, സറണ്ടർ. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പദമാണ് ചാപ്റ്റർ. പിന്നെ ക്യാപ്ഷൻ നമ്മളൊരു ആർട്ടിക്കിൾ കഴിയുന്നതിന് മുകളിൽ തലക്കെട്ട്, അതിനെ ക്യാപ്ഷൻ കൊടുക്കുക. അങ്ങനെ ധാരാളം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ ഒന്ന് ഓർമ്മയിൽ ഉറക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ അതുമായിട്ട് വന്നിട്ട് ക്യാപ്പിച്ചുലേഷൻ. ഇനി എന്താണ് റീക്യാപ്പിച്ചുലേഷൻ? എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിക്കുക, മാറ്റുക, അങ്ങനെയൊക്കെ ഒരു ഇതാണ് പ്രീഫിക്സ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ. റീഡു എന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യുക എന്നാണ്. ഇപ്പൊ എന്താണ് റീക്യാപ്പിച്ചുലേഷൻ എന്ന് പറഞ്ഞാൽ? റീഹെഡിങ്, റീക്യാപ്പിച്ചുലേഷൻ, റീഹെഡിങ്. അതായത് നമ്മൾ ഒരു ശിരസിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. ക്യാപ്പിച്ചുലേറ്റ്. ഇപ്പൊ നമുക്ക് പഴയ കാലത്ത് ഈ ഈർക്കിലി ചൂലുണ്ട്, എനിക്കറിയത്തില്ല, ചൂല്
ഈർക്കിലി ഇങ്ങനെ ചീകിയിട്ട് ഇങ്ങനെ കെട്ടു. ചില സമയത്ത് ഈ കെട്ടം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈർക്കിലെല്ലാം ഇങ്ങനെ ചിതറിപ്പോകും. നമ്മൾ ആ ഈർക്കിലികൾ ഇങ്ങനെ ശേഖരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ കെട്ടിവെക്കണം. ആദം എന്ന ശിരസിന്റെ കീഴിൽ നിന്ന മനുഷ്യവർഗം ചിതറിപ്പോയി, സ്കാറ്റേർഡ് ആയിപ്പോയി, ചിതറിപ്പോയി. അപ്പൊ അവരെന്ത് ചെയ്യാണ്? വീണ്ടും ക്യാപിച്ചുലേറ്റ് ചെയ്യാണ്. അതാണ് റീക്യാപിച്ചുലേറ്റ്. ആദം എന്ന ശിരസിന്റെ കീഴിലായിരുന്നു മനുഷ്യവർഗം മുഴുവൻ വരേണ്ടത്, ഒബീഡിയന്റ് ആയിട്ട് നിൽക്കേണ്ടത്. അതിനു പകരം അവർ മത്സരികളായി മാറി, സ്വാർത്ഥമതികളായി മാറി. ചിൽഡ്രൻ ബിക്കെയിം സെൽഫിഷ് ആൻഡ് ഗ്രീഡി ആൻഡ് ദേ സ്കാറ്റേർഡ്. അവർ ചെതറിപ്പോയി. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാണ്? യുണൈറ്റ് ചെയ്യിക്കുകയാണ്, റീക്യാപിച്ചുലേറ്റ്. അപ്പൊ ക്രിസ്തു എന്താണ് ചെയ്തത്? അപ്പൊ ക്രിസ്ത്യാനികൾ പ്രസംഗിക്കേണ്ടത് എന്താണ്? ക്രിസ്ത്യാനികളുടെ മെയിൻ ഉപദേശം എന്താണ്? അഥവാ ക്രിസ്തീയ വിശ്വാസം എന്താണ്? വാട്ട് ഈസ് ദ ക്രക്സ് ഓഫ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ, ക്രിസ്ത്യൻ തിയോളജി? അപ്പൊ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ സുവിശേഷ പ്രസംഗം മുഴുവൻ നടത്തുന്നത്. ചിലർ അങ്ങനെയും മറ്റു ചിലർ ഇങ്ങനെയും ആർത്തു വിളിച്ചല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല. ആർക്കും കാര്യം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്താണ് ക്രിസ്തീയ വിശ്വാസം? മറ്റൊരാൾ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്താണ് ക്രിസ്തീയ വിശ്വാസം എന്ന് അറിയണ്ടേ? അപ്പൊ ക്രിസ്തീയ വിശ്വാസം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതിനെ ഐറീനിയസ് പിതാവ്, ആദിമ സഭാപിതാവായ ഐറീനിയസ് ആവിഷ്കരിച്ച ആശയമാണ് റീക്യാപിച്ചുലേഷൻ തിയറി എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ സകലത്തെയും ക്രിസ്തു എന്ന ശിരസിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക, ഇതിനെയാണ് റീക്യാപിച്ചുലേഷൻ എന്ന് പറയുന്നത്. ഇനി അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന മാർക്കറ്റ് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്രസംഗങ്ങൾ, തിളങ്ങുന്ന അൾത്താരയിൽ നിന്നോ ഒക്കെ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ എല്ലാം ഇതിന് ഘടകവിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ ആന്റൈ ക്രിസ്ത്യൻ മെസ്സേജസ് ആണ് ഇന്ന് കേൾക്കുന്നത്. സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്ന 99% പ്രസംഗങ്ങളും ക്രിസ്തു വിരുദ്ധമാണ്, ബൈബിൾ വിരുദ്ധമാണ്, സഭാവിരുദ്ധമാണ്. ആന്റൈ ക്രിസ്ത്യൻ മെസ്സേജസ് ആണ് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കേട്ടിട്ടുള്ളത്. വാട്ട് ഈസ് ക്രിസ്ത്യൻ മെസ്സേജ്? ക്രിസ്ത്യൻ മെസ്സേജ് ആണ് നിങ്ങളിപ്പോ കേൾക്കാൻ പോണേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ നോക്കുക. That in the dispensation of the fullness of times he might gather together in one all things in Christ. ശ്രദ്ധിക്കണം, all things. നിങ്ങളായിരിക്കുന്നിടത്ത് ഇരുന്ന് ഇത് പറയണം, എന്നോട് ചേർന്ന് നിങ്ങൾ പറ, all things. Now you are learning the basics of Christian theology. എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് നിങ്ങൾ പഠിക്കണം. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ദൈവം വന്നിട്ട് ആളുകളെ രണ്ടാക്കി കുറെ പേരെ നരകത്തിലിട്ട് കുറെ പേരെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എല്ലാ മനുഷ്യർക്കും കേട്ടാൽ സന്തോഷം വരുന്നതാണ് സുവിശേഷം. സകല ജനതകൾക്കും ഉണ്ടാകുന്ന സന്തോഷമാണ്. ഇന്നത്തെ ആളുകളുടെ പ്രസംഗമൊന്നും കേട്ടാൽ ആർക്കും സന്തോഷമൊന്നും വരത്തില്ല. ഉള്ളവനോട് തന്നെ കിളി പോവും, പേടിയും വരും. ദാറ്റ് ഈസ് നോട്ട് ഗോസ്പൽ. എന്താണ് ഗോസ്പൽ? അപ്പോ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്താണ്? അപ്പൊ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേ. That in the dispensation of the fullness of times he might gather together in one, not in separate bottles or separate bags or separate places, not like that. In one, എല്ലാത്തിനെയും കൂടെ ശേഖരിച്ച് ഒരുമിച്ച് കൊണ്ടുവെക്കുക. That is the dispensation of the fullness of times. കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. എന്താണ് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ? കാലസമ്പൂർണതയുടെ വ്യവസ്ഥ റിക്കാപ്പിച്ചുലേഷൻ ആണ്. റിക്കാപ്പിച്ചുലേഷൻ. ഇവിടെ നിങ്ങൾ നോക്ക്. That in the dispensation of the fullness of times he might gather together in one all things, not few things. He might gather together the saved items, the redeemed items, the confessed items, or the repented items, or repainted items, not like that. All things.
മാനസാന്തരപ്പെട്ടവരെ ശേഖരിക്കുമെന്നോ, രക്ഷിക്കപ്പെട്ടവരെ ശേഖരിക്കുമെന്നോ, മാനസാന്തരപ്പെട്ടവരെ അനുതപിച്ചവരെ ശേഖരിക്കുമെന്നോ, വീണ്ടെടുക്കപ്പെട്ടവരെ ശേഖരിക്കും. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ ഓ ഗ്ലോറി. വീണ്ടെടുക്കപ്പെട്ടവരെ ശേഖരിക്കുമെന്നോ, രക്ഷിക്കപ്പെട്ടവരെ ശേഖരിക്കുമെന്നോ, രക്തത്താൽ കുളിച്ചവരെ ശേഖരിക്കുമെന്നോ, ഇങ്ങനെ ഒന്നുമല്ല പറയുന്നേ. ഓൾ തിങ്സ് ഹി മൈറ്റ് ഗാദർ all things from where? All things from both heavens and from on earth. ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ നിന്നുമുള്ള സകലത്തിനെയും തടുത്തുകൂട്ടി വാരി ശേഖരിച്ച് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് റിക്കാപ്പിച്ചുലേഷൻ. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ, ദാറ്റ് ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ് ഹി മൈറ്റ് ഗാദർ ടുഗദർ ഇൻ വൺ all things in Christ, both which are in heaven and which are on earth, even in him all things in Christ. ഇതാണ് ഐറീനിയസ് ഉദ്ധരിക്കുന്ന പദം. Now you are getting a Bible study directly from the 2nd century Saint Irenaeus. ഈ വാക്യം ഉദ്ധരിച്ചത്. ഇതാണ് റീക്യാപ്പിച്ചുലേഷൻ. പൗലോസ് ശ്ലീഹായുടെ പാഠശാലയിലാണ് നിങ്ങളിപ്പോൾ കുത്തിയിരിക്കുന്നത്. പൗലോസ് ശ്ലീഹ പറയാണ്, അതുകൊണ്ടല്ലേ പാടുന്നത്, പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം. All things in heaven, from heaven and from on earth. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? ദൈവത്തിന്റെ പ്രവൃത്തി ക്രിസ്തുവിലൂടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വളരെ കൃത്യമായിട്ട് റിക്കാപ്പിച്ചുലേഷൻ ആണ് മനസ്സിലാകുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. To which that God was in Christ, reconciling the world unto himself. What is the act of God? What God is doing? അപ്പൊ ദൈവം എന്താണ് ചെയ്യുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവ് റെസ്റ്റ് എടുക്കുന്നില്ല. എന്റെ പിതാവ് എന്ത് ചെയ്യുന്നില്ല? റെസ്റ്റ് എടുക്കുന്നില്ല. എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്? ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം എന്താണ് ചെയ്യുന്നത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, to it that God was in Christ, ക്രിസ്തുവിൽ ദൈവം എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ റിക്കൺസൈലിംഗ് അനുരഞ്ജനപ്പെടുത്തുന്നു. റിക്കൺസിലിയേഷൻ. നിങ്ങൾക്ക് അടുത്ത പദം കൂടെ നിങ്ങൾ ഓർത്തണം. റിക്കാപ്പിച്ചുലേഷൻ അതിന്റെ പാരലൊരു പദം റിക്കൺസിലിയേഷൻ. റിക്കൺസൈലിംഗ് വാട്ട്? എന്തിനെയാണ് റിക്കൺസൈൽ ചെയ്യുന്നത്? റിക്കൺസൈൽ ചെയ്യുന്ന എന്തിനെയാണ്? റിക്കൺസൈലിംഗ് ദ വേൾഡ്. ലോകത്തെ അനുരഞ്ജനപ്പെടുത്തുന്നു. സഭയാണോ? വിശ്വാസികളെയാണോ? രക്ഷിക്കപ്പെട്ടവരെയാണോ? സ്നാനപ്പെട്ടവരെയാണോ? വീണ്ടെടുക്കപ്പെട്ടവരെയാണോ? രക്തത്താൽ തളിക്കപ്പെട്ടവരെയാണോ? റിക്കൺസൈലിംഗ് ദ വേൾഡ്. ഗോഡ് ഇൻ ക്രൈസ്റ്റ് reconciling the world unto himself, not imputing their trespasses unto them, and has committed unto us the word of reconciliation. ദൈവം എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആ മോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. നോട്ട് ഇംപ്യൂട്ടിംഗ് their trespasses. ലോകത്തിന്റെ ലംഘനങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഇംപ്യൂട്ട് ചെയ്യുന്നില്ല, അതിനെ പരിഗണിക്കുന്നില്ല, അതിനെ ആരോപിക്കുന്നില്ല, അതിനെ കണക്കിലെടുക്കുന്നില്ല. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ദിസ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ യുവർ നെയ്ബർ. ദിസ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ യുവർ കോവർക്കർ. ദിസ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ യുവർ ഫ്രണ്ട്. ദിസ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ യുവർ ഫെലോ സ്റ്റുഡന്റ്. This is good news for your classmate or roommate or whatever, whoever. ആരായിരുന്നാലും എന്തായിരുന്നാലും അവർക്കുള്ള ഗുഡ് ന്യൂസ് ആണ്. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പൊ ക്രിസ്തീയ വിശ്വാസം എന്ന പേരിൽ നിങ്ങളുടെ സ്നേഹിതരോട്, കൂട്ടുകാരോട്, സഹപ്രവർത്തകരോട്, സഹമുറിയന്മാരോട്, സഹപാഠികളോട്, അയൽക്കാരോട് നിങ്ങൾ പറയേണ്ട സുവിശേഷം ഇതാണ്: ദൈവം നിങ്ങളുടെ അകൃത്യങ്ങളെ കണക്കെടുക്കുന്നില്ല, പരിഗണിക്കുന്നില്ല.
നോട്ട് ഇംപ്യൂട്ടിങ്. ദൈവം വന്ന് ശിക്ഷിക്കും എന്നാണ് ക്രിസ്ത്യാനികൾ പലരും പറയുന്നത്. നിങ്ങൾ ഒന്നുകൂടെ നോക്കുക, ഞാൻ ഒന്നുകൂടെ വായിക്കാം. That God was in Christ, reconciling the world unto himself, not imputing their trespasses unto them. അവരുടെ അകൃത്യങ്ങളെ കണക്കെടുക്കാതെ, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിലെടുക്കാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോരുന്നു. ഈ അനുരഞ്ജനത്തിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചുമിരിക്കുന്നു. So this is really a soothing message. This is a good news. ഇതുകൊണ്ടാണ് സുവിശേഷം എന്ന പേര് ഇതിന് വരുന്നത്. ഗുഡ് ന്യൂസ്, ഗ്ലാഡ് ടൈഡിങ്സ്, സുവാർത്ത, ഗുഡ് ന്യൂസ്. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. എന്താണ് ആ ഗുഡ് ന്യൂസ്? ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടുന്നില്ല. തന്നോട് നിരപ്പിച്ചു പോരുന്നു. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയ ഒരു വാക്യം അടുത്ത് വായിക്കുന്നത്. അത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. Forgive us our debts as we forgive our debtors. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. How can God forgive your debts? ദൈവത്തിന് എങ്ങനെയാണ് നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കാൻ കഴിയുന്നത്, പൊറുക്കാൻ കഴിയുന്നത്? ഇവരുടെ സിദ്ധാന്തം അനുസരിച്ച് പാപത്തിന് ശിക്ഷ കൊടുക്കണം, തെറ്റിന് ശിക്ഷ കൊടുത്തേ പറ്റൂ. അപ്പൊ യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു പൊറുക്കണമേ എന്ന് പറഞ്ഞു. സോ ഗോഡ് ക്യാൻ ഫോർഗീവ്. എന്നിട്ട് യേശുക്രിസ്തു തന്നെ എന്ത് ചെയ്തു? പലരുടെയും പാപങ്ങളെ, ഞാൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ അനവധിയായ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് പോവും. അപ്പൊ എന്താണ് അവിടെ ഒരാളെ പകരം ശിക്ഷിക്കുന്നില്ല. ഫോർഗീവ്നെസ് ഈസ് ബൈ മേഴ്സി, നോട്ട് ബൈ പേയ്മെന്റ്. ക്ഷമ പണം കൊടുത്ത് വാങ്ങുന്നതല്ല, വില കൊടുത്ത് വാങ്ങുന്നതല്ല, അത് കരുണയാൽ വരുന്നതാണ്, കാരുണ്യത്താൽ. ഫോർഗീവ്നെസ് ഈസ് ബൈ. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് കൃത്യമായ ശിക്ഷ കൂടാതെ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ യേശുവിന് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ദൈവമേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരാടിനെയോ കോഴിയെയോ ഒരണ്ണാനെയോ എന്തിനേലും മുന്നോട്ട് നിർത്തിയിട്ട് ദൈവമേ ആ ശിക്ഷ ഇതിന്റെ തലയിലോട്ട് കൊടുത്തിട്ട് എന്നോട് ക്ഷമിക്കണമേ. ആക്ട് ഓഫ് സാക്രിഫൈസ്. യഹൂദന്റെ യാഗകർമ്മങ്ങൾ, യാഗപീഠങ്ങൾ, യാഗവ്യവസ്ഥകൾ, യാഗസമ്പ്രദായം, സാക്രിഫിഷ്യൽ സിസ്റ്റം അവിടെ നിൽക്കുമ്പോഴാണ് സിമ്പിളായിട്ട് കർത്താവ് പറയണത് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി യേശു ഇത് എപ്പോഴാണ് പറയുന്നത്? യെരുശലേം ദേവാലയം അവിടെ നിന്ന് ആളുകൾ ലൈനായിട്ട് നിന്ന് കാളയും കോഴിയേയും പൂച്ചയെ കൊന്നോന്ന് അറിയത്തില്ല, ഏതാണ്ടൊക്കെ കൊല്ലുവോ പിടിക്കുവോ? അപ്പൊ യേശു ഇവിടെ വെച്ച് പറയാണ്, ഇതിന്റെ ആവശ്യമില്ല. പാപം ക്ഷമിക്കാൻ പശുവിനെ കൊല്ലണ്ട, പാപം ക്ഷമിക്കാൻ പട്ടിയെ കൊല്ലണ്ട, പാപം ക്ഷമിക്കാൻ ഒരു പുല്ലിനെയും കൊല്ലണ്ട. നീ പ്രാർത്ഥിച്ചു, നീ പറഞ്ഞു ക്ഷമിക്കണമേ. ഔട്ട് ഓഫ് മേഴ്സി, ദൈവത്തിന്റെ കരുണയിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കരുണയിലാണ്. എവിടെയാണ്? ദൈവത്തിന്റെ കരുണയിൽ. ഈ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെയാണ് പിന്നീട് അട്ടിമറിച്ചത്. കർത്താവ് ഏത് ഉപദേശത്തെയാണോ എതിർത്തത് അതേ ഉപദേശത്തെ കൊണ്ടുവന്നു തിരിച്ചു വെച്ചു. അപ്പൊ ഇവിടെ പറയാണ്, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. അപ്പൊ അവിടെ യാഗകർമ്മങ്ങളൊക്കെ നിൽക്കുമ്പോഴാണെന്ന് നിങ്ങൾ ഓർക്കണം. യാഗകർമ്മങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഉപദേശം എന്താണ്, യേശു എന്താണ് പഠിപ്പിച്ചത് എന്ന് പോലും മിനിമം നോളജ് പോലും ഇല്ലാതെയാണ് ഇന്ന് ഓരോരുത്തർ സുവിശേഷമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കാറുള്ളത്. അപ്പൊ നമുക്ക് സെയിന്റ് മാത്യു ചാപ്റ്റർ 9:13 വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9:13. But go and learn. That means I'll have mercy and not sacrifice. For I am not come to call the righteous, but sinners to repentance. യാഗത്തിലല്ല, കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി. യാഗത്തിലല്ല. ഇറ്റ്സ് നോട്ട് ഇൻ സാക്രിഫൈസ് but in mercy. I am well pleased with mercy, not with any sacrifice, any kind of sacrifice. അപ്പൊ ദൈവം പറയാണ്, യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. അപ്പാണ് ഒത്തിരി പേര് ഈ യേശുക്രിസ്തു കുരിശിൽ മരിച്ച ആ ചോര കണ്ട്
ദൈവം പ്രസാദിച്ചു എന്ന ഭോഷ്ക് പ്രസംഗിക്കുന്നു. യാഗത്തിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:13 എന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ നമ്മൾ ഓർക്കും മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ പുതിയൊരു കാര്യം യേശു കൊണ്ടുവരികയാണ്. ഇത് അങ്ങനെയല്ല. ഇത് ഇസ്രായേലിന്റെ യഥാർത്ഥ ദൈവം പ്രവാചകനിലൂടെ മുൻകൂട്ടി പറഞ്ഞതാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ഫോർ ഐ ഡിസയർഡ് mercy and not sacrifice and the knowledge of God more than burnt offerings. അപ്പൊ എങ്ങനെയാണ് എനിക്ക് യാഗം അർപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് കാളെ കൊല്ലേണ്ടതെന്നും അതിന്റെ കുറവ് തിരിക്കേണ്ടതെന്നും അതിന്റെ ഉടല് ദഹിപ്പിക്കേണ്ടതെന്നും മൂത്രപിണ്ഡം പിളർക്കേണ്ടതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻസ് കൊടുത്ത് കൃത്യസമയത്ത് കാളെ കൊല്ലുന്ന കാര്യം മറക്കരുത്, കാളെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ സന്നിധിയിൽ മദ്യമൊഴിക്കുന്നത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ ദുർമൂർത്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയാണ് സാക്ഷാൽ ദൈവത്തിന് യാഗത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഹി ഡിസൈഡ് നോട്ട് ദാറ്റ്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം പ്രസാദിക്കുന്നത് കരുണയിലാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു വാക്യം. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എന്റെ ജീവനെ, ഫോർ ദിസ് റീസൺ the Father loves me, because I lay down my life. Therefore do my Father love me, because I lay down. ഞാൻ NIV ആദ്യം പറഞ്ഞ് KJV ഇങ്ങനെ എഴുതിക്കുന്നത്, that I might take it again. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയാണ്, ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്ത് ചെയ്യുന്നു? എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ കുരിശിൽ മരിക്കുന്ന പുത്രനെ പിതാവ് എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നേ? എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ദ്വേഷിക്കുന്നെന്നാണോ? പകയ്ക്കുന്നെന്നാണോ? അപ്പൊ കുരിശിൽ പുത്രന്റെ മേൽ പതിക്കുന്നത് പിതാവിന്റെ സ്നേഹമാണ്, ക്രോധമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, കുരിശിൽ പുത്രന്റെ മേൽ പതിക്കുന്നത് പിതാവിന്റെ സ്നേഹമാണ്, ക്രോധമല്ല. ക്രോധമാന്നുള്ളതാണ് അവരുടെ തിയറി. കാരണം ദൈവത്തിന്റെ ക്രോധം. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ പാടുമ്പോൾ ദൈവക്രോധത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവക്രോധത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, ഗീതം ഗീതം. അപ്പൊ അവര് പാടുമ്പം ദൈവക്രോധത്തിൽ വെന്തെരിഞ്ഞവന. ദൈവത്തിന്റെ ക്രോധം പുത്രന്റെ മേൽ പതിച്ചിട്ടില്ല. ഈവൻ അറ്റ് ദ വെരി മോമെന്റ് ഓഫ് ഡെത്ത് ഗോഡ് ഫാദർ ഷവേഴ്സ് ഹിസ് ലവ് അപ്പോൺ ഹിം. ഞാൻ മരിക്കുമ്പോഴും പിതാവിനെ സ്നേഹിക്കുന്നു. പിതാവിന്റെ സ്നേഹമാണ് പുത്രന്റെ മേൽ വീഴുന്നത് മരണത്തിന്റെ സമയത്ത്. ഇനി മറ്റൊരു വാക്യം ഞാൻ എടുക്കാം. അത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് സാക്രിഫൈസ് ഈസ് ഒബീഡിയൻസ്, നോട്ട് പണിഷ്മെന്റ്. എന്താണ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സാക്രിഫൈസ്? ദാറ്റ് ഈസ് ഒബീഡിയൻസ്. അനുസരണമുള്ളവനായി തീർന്നു. പുത്രൻ താനും അനുസരണം പഠിച്ച് തികഞ്ഞവനായെന്ന എബ്രായ ലേഖനത്തിൽ പറയുന്നു. ഹി വാസ് സോ ഒബീഡിയന്റ്. ആദം വാസ് റിബല്യസ്, ഡിസൊബീഡിയന്റ്. പണിഷ്മെന്റിനെ പറ്റിയല്ല പറയുന്നത്, ഒബീഡിയൻസിനെ പറ്റിയാ പറയുന്നത്. കുരിശിലെ മരണത്തോളം ഹി വാസ് സോ ഒബീഡിയന്റ്. ഹി ഹംബിൾഡ് ഹിംസെൽഫ് ആൻഡ് became obedient. എംഫസിസ് എന്തിലാണ്? എംഫസിസ് ഈസ് ഓൺ obedience and self-emptying, not on legal punishment. Obedience led him to cross. അനുസരണമുള്ളവനായി തീർന്നു. ഡെത്ത് ഡിസ്ട്രോയ്സ് ഡെത്ത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം.
മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോ ഡെത്ത് ഡിസ്ട്രോയ്സ് ഡെത്ത്. ഇപ്പൊ ക്രിസ്തുവിന്റെ മരണം മരണത്തെ നീക്കി. അതുകൊണ്ടാണ് മശിഹ മരണത്തെ കൊന്നു. നമ്മൾ കിംതിയായുടെ പാട്ടില് പാടുന്നത്, വിസ്മയസഹിതം കബറു തുറന്നു. ആ പാട്ടിന്റെ താഴോട്ട് വരുമ്പം മശിഹ മരണത്തെ കൊന്നു. മശിഹ മരണത്തെ കൊന്നു. ദിസ് ഈസ് ക്ലാസിക് ക്രിസ്റ്റസ് വിക്ടർ. അപ്പോ ടാർഗറ്റ് എന്താണ്? ഡെത്ത് ആണ്, അല്ലാതെ പിതാവിന്റെ നീതിയല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണേ, എത്രമാത്രം വികലമായിട്ടാണ് ഇവരിത് അവതരിപ്പിക്കുന്നത്. മറ്റൊരു വാക്യം പത്രോസ് ലിഹായുടെ 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തെ കുറിച്ച് പൗലോസ് ലിഹ ഇവിടെ പറയാണ്, ബൈ ഹിസ് വൂണ്ട്സ് യു ഹാവ് ബീൻ ഹീൽഡ്. അപ്പൊ ഇവിടെ ഒരു ഹീലിംഗിനെ കുറിച്ചാണ് പത്രോസ് ലിഹ പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഹീലിംഗ് ആണ്. ക്രൈസ്റ്റ് ഈസ് ദ ഫിസിഷ്യൻ. അപ്പൊ മനുഷ്യവർഗത്തിന്റെ രോഗത്തെ ചികിത്സിക്കുക, സുഖപ്പെടുത്തുക. അതുകൊണ്ടാണ് യേശു ക്രിസ്തു 9:13 മത്തായി സ്ലിഹായുടെ സുവിശേഷം ഞാൻ മുമ്പ് വായിച്ചപ്പോ, യാഗത്തിലല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നത്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. തന്നെ ആരായിട്ടാണ് യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നത്? വൈദ്യനായിട്ടാണ്. ടു ഹീലാക്കുക. ചില ആളുകൾ ഇവിടെ പറയും, ഇയാൾ ദൈവത്തോടടുത്ത ആളാണ്, ദൈവത്തോടടുത്താണ്, അങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ആളുകൾ ചിന്തിക്കുകയാണ്, ദേ ആർ മോർ ക്ലോസ് ടു ഗോഡ്. ദൈവത്തോട് അവർ കൂടുതൽ അടുത്ത് നിൽക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ ചോദിക്കും, ഒരു ഉദാഹരണം. സൂര്യനുണ്ടല്ലോ നമ്മുടെ ആകാശത്തേക്കുന്നത്, സൂര്യനോട് നിങ്ങളുടെ നാട്ടിൽ കൂടുതൽ അടുത്തിരിക്കുന്ന ആരാ? നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ അച്ഛനാണോ, അതോ മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീയാണോ, അതോ അമ്പലത്തിലെ പൂജാരിയാണോ, അതോ കള്ളി എത്താൻ പനയെ കയറുന്ന ചെത്തുകാരനാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച്, ആരാണ് നിങ്ങളുടെ നാട്ടിൽ സൂര്യനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ആളുകൾ നിങ്ങളെ ചീത്ത വിളിക്കും. നിങ്ങൾക്ക് ഭ്രാന്താണ്. കാരണം എല്ലാവരും ഒരുപോലെയാണ്, സൂര്യനിൽ നിന്ന് ഒരേ അകലത്തിലാണ്. അപ്പൊ ചെത്തുകാരൻ പറയാണ്, ഞാൻ ചെത്താൻ കയറുമ്പോൾ ഇച്ചിരിയും കൂടെ സൂര്യനോട് അടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ? പാടത്ത് പണിയുന്ന ഒരു മനുഷ്യൻ 8 മണിക്കൂർ അവൻ ഡയറക്റ്റ് സൺലൈറ്റിൽ കുളിച്ച് നിൽക്കുകയാണ്. AC റൂമിനകത്ത് കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുന്നതിന് അത്രയും സൺലൈറ്റ് കിട്ടുന്നില്ല. പക്ഷെ സൂര്യനോടുള്ള അടുപ്പം രണ്ടുപേർക്കും ഒരുപോലെയാണ്. സൂര്യനിൽ മുഴുകുന്നു കൂടുതൽ സമയത്ത്. സൂര്യൻ ഒരേപോലെയാണ് നിൽക്കുന്നത്. ദൈവം നമ്മിൽ ആരിൽ നിന്നും അകന്നിരിക്കുന്നില്ല. എല്ലാ മനുഷ്യരും ദൈവവുമായിട്ട് ഒരേ അകലമാണ്. ആരും ദൈവത്തോട് കൂടുതൽ അടുത്തവരില്ല. അങ്ങനെ ഒരാളില്ല. നോ വൺ ക്യാൻ മേക്ക് സച്ച് ക്ലെയിംസ്. സച്ച് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം നോൺസെൻസ് ആണ്. കുറച്ച് ആളുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? ആ സൺലൈറ്റിനെ പ്രയോജനപ്പെടുത്തുന്നു. ചില ആളുകൾ സൺലൈറ്റിനെ പ്രയോജനപ്പെടുത്തുന്നില്ല, പുതച്ചു മൂടിയിരിക്കുന്നു, അല്ലെ ഇരുട്ടുള്ള മുറി കയറിയിരിക്കുന്നു. സോ ക്രൈസ്റ്റ് കെയിം ടു ഷോ അസ് ദാറ്റ് ലൈറ്റ്. അതുകൊണ്ടാണ് ഈ വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു. ആ ഗീതം വരുന്ന ഈ ഒരു ആശയത്തിലാണ്. അപ്പൊ യാഗത്തിലല്ല, കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇനി ഞാനൊരു നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇനി ബൈബിൾ വാക്യം എടുക്കേണ്ട, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം. ധൂർത്തനായ പുത്രന്റെ കഥ, മുടിയനായ പുത്രന്റെ കഥ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നു. കഥ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുത്തി വിറ്റ് തൊലച്ച് വേശ്യമാരോടുകൂടെ മുതലൊക്കെ നശിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെട്ട് വളരെ നാളുകളായി കുളിക്കാതെയും നനയ്ക്കാതെയും പന്നിക്കുഴിയിലൊക്കെ പോയി കിടന്ന് പന്നികൾക്ക് ശുശ്രൂഷയൊക്കെ ചെയ്ത് ഗതികെട്ട് പേക്കോലമായിട്ട് പ്രാകൃത രൂപത്തിൽ ഇവൻ മടങ്ങി വരുമ്പോൾ ഇവന് ശിക്ഷ കൊടുക്കണ്ടേ? അപ്പോ ഇവൻ മകനായതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂലിക്കാരിൽ ഒരുത്തനെ വിളി, അവന് ഒരു 100 അടി കൊടുക്കടാ, കാരണം ഞാൻ ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. യേശുക്രിസ്തുവിന്റെ കഥയാണ്. അപ്പോ ഈ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് തിയറി പറഞ്ഞുകൊണ്ട് വരുമ്പോ അവരോട് ചോദിക്കണം, ഈ മുടിയനായ പുത്രനെ അല്ലെ ഇളയ പുത്രനെ അല്ലെ ധൂർത്ത പുത്രനെ സ്വീകരിക്കാൻ പിതാവിന് ഒരു റിക്വയർമെന്റും ഇല്ല. അവിടെ
ഇവൻ വന്നപ്പോഴേ ഇവനെ ഞാൻ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുക. അപ്പൊ അങ്ങനെ പറ്റൂല. ഇവന് ശിക്ഷയുണ്ട്. ഇവന് പകരം വേറൊരുത്തനെ നമ്മൾ എന്ത് ചെയ്യണം? മുക്കാലി കെട്ടി 101 അടി കൊടുക്കണം. ആ പറമ്പി പണിയുന്ന നല്ല ആരോഗ്യമുള്ളതിനെ ഇങ്ങനെ പിടിച്ചോണ്ട് അവനെ കെട്ടി തൂക്ക്, അടിയടാ. അതടിച്ചിട്ട് ഇവനെ സ്വീകരിക്കുക. അങ്ങനെ പറയുന്നില്ല. എന്താണ്? ഫോർഗീവ്നെസ്. ഫാദർ ഫോർഗീവ്സ് ഫ്രീലി. ഹി ഡസ് നോട്ട് പണിഷ് അനദർ സൺ ഓർ അനദർ പേഴ്സൺ ഇൻ ദ പ്ലേസ് ഓഫ് ദ പ്രൊഡീഗൽ. ഹി ഫോർഗീവ്സ് ഫ്രീലി. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ സ്നേഹം, ഇതാണ് ദൈവത്തിന്റെ കരുണ, ഇതാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. സ്നേഹം എന്ത് ചെയ്യുന്നു? ലവ് എക്സ്ക്ലൂസ് റിട്രിബ്യൂട്ടീവ് നെസസിറ്റി. ഒരു ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്നുള്ള ഒരു ആവശ്യകതയെ സ്നേഹം എന്ത് ചെയ്യുന്നു? എടുത്തു മാറ്റുന്നു. സ്നേഹത്തിന്റെ അധ്യായമുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ, അത് നിങ്ങൾ വായിക്കണം. 1 കൊരിന്ത്യർ 13 അധ്യായം. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ, ആ അധ്യായം തന്നെ സ്നേഹത്തിന്റെ അധ്യായമാണ്. ആ സ്നേഹത്തിന്റെ അധ്യായത്തിൽ പറയുന്നത്, ലവ് ഡസ് നോട്ട് കീപ് എ റെക്കോർഡ് ഓഫ് റോങ്സ്. സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. നെവർ കീപ്സ് എനി റെക്കോർഡ് ഓഫ് റോങ്സ്. സ്നേഹത്തിന്റെ കണക്ക്. അകൃത്യങ്ങളെ കണക്കിടുന്നില്ല, ഓർമ്മ വെക്കുന്നില്ല, കുറിച്ചിടുന്നില്ല. ലവ് നെവർ കീപ്സ് എനി റെക്കോർഡ് ഓഫ് റോങ്സ്. ഗോഡ് ഈസ് ലവ്, സോ ഗോഡ് ഡസ് നോട്ട് കീപ് എനി റെക്കോർഡ് ഓഫ് റോങ്സ്. അപ്പൊ ദൈവം നിന്റെ തെറ്റുകളുടെ കണക്ക് പുസ്തകം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അത്ര ഒരു പുസ്തകം അന്തിമ വിധി നാളിൽ തുറന്നിട്ട് നിന്നെ പിടിക്കുമെന്നും പറയുന്നത് ഭോഷ്കാണ്. കാരണം ലവ് നെവർ കീപ്സ് എനി റെക്കോർഡ് ഓഫ് റോങ്സ്. ഗോഡ് ഈസ് ലവ്. ക്രിസ്ത്യാനികളുടെ ദൈവം സ്നേഹമാണ്. വാട്ട് അബൌട്ട് യു? നിങ്ങളുടെ ദൈവം സ്നേഹമാണോ? ക്രിസ്ത്യാനി ലവ് നെവർ കീപ്സ് എനി റെക്കോർഡ് ഓഫ് റോങ്സ് കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് പ്രസംഗിക്കുന്നവര് നിങ്ങളുടെ ഇടയിലുണ്ട്. ബി കെയർഫുൾ. അവര് കള്ളപ്രവാചകന്മാരാണ്. സോ എന്താണ് റിക്കാപ്പിച്ചുലേഷൻ തിയറി? റിക്കാപ്പിച്ചുലേറ്റ്. ചിതറിക്കിടക്കുന്ന, ഭിന്നിച്ചു കിടക്കുന്ന, നിരാശയിൽ കിടക്കുന്ന, ഉഴറി നടക്കുന്ന മുഴുവൻ മനുഷ്യവർഗത്തെയും തടുത്തുകൂട്ടി ഒരു ശിരസായി ക്രിസ്തു എന്ന ഏകശിരസ്ഥനായിട്ട് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപപ്പെടുത്തുന്നതാണ് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. ആൻഡ് ദിസ് ഈസ് ഗോസ്പൽ. നത്തിങ് എൽസ് ഈസ് ഗോസ്പൽ. ദിസ് ഈസ് ഗുഡ് ന്യൂസ്. So, recapitulation theory. So, may God bless you. Glorious moments കണ്ടതിന് നന്ദി.